ചർമ്മ സംരക്ഷണത്തിനായിട്ട് ഇന്ത്യയിൽ സുലഭമായിട്ട് ലഭിക്കുന്ന ഭാരതീയര് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി വരുന്ന ചില പഴവർഗ്ഗങ്ങളെ പറ്റി ഇന്നത്തെ വീഡിയോയിൽ പ്രതിപാദിക്കാം. ഭാരതീയ സംസ്കാരം അനുസരിച്ച് ആരോഗ്യ സംരക്ഷണത്തിനും ചർമ്മ സംരക്ഷണത്തിനുമായിട്ട് പുരാതന കാലം മുതൽ ഉപയോഗിച്ചു വന്നിരുന്ന പഴങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നെല്ലിക്ക. ആമലകി എന്ന് സംസ്കൃതത്തിൽ വിളിക്കും. ഇന്ത്യൻ ഗൂസ്ബെറി എന്നാണ് ആംഗലേയ നാമം. നെല്ലിക്കയുടെ പ്രത്യേകത കൊളാജൻ ഉൽപാദനത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് നെല്ലിക്കയിലാണ്. ഇത് പല രീതിയിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്നതാണ്. ചവച്ചരച്ച് കഴിക്കുകയാണ് ഏറ്റവും ഉത്തമം. ജ്യൂസ് അടിച്ച് കഴിക്കോ, ഉണക്കി പൊടിച്ച് ചൂർണമാക്കി സൂക്ഷിച്ച് ഇതൊരു കാപ്പി പോലെ തിളപ്പിച്ച് കുടിക്കുകയോ ചെയ്യാം. ഗൂസ്ബെറി ടീ ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ചർമ്മ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കാവുന്ന ഇന്ത്യയിൽ എല്ലായിടത്തും സുലഭമായിട്ട് ലഭിക്കുന്ന ഒരു സംഗതിയാണ് പപ്പായ. ഇതിൽ പപ്പൈൻ എന്നൊരു ഘടകം അടങ്ങിയിട്ടുണ്ട്. ഈ രാസഘടകത്തിന് ചർമ്മത്തിന്റെ കോശങ്ങളെ സംരക്ഷിക്കുന്നതിനും ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യുന്നതിനും ആ സ്കിൻ ടോൺ നിലനിർത്തുന്നതിനും സഹായകരമാവുന്നുണ്ട്. പപ്പായ നിത്യേന പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ്. സൂര്യാഘാതത്തിൽ നിന്ന്, അതായത് അൾട്രാവയലറ്റ് രശ്മികൾ വഴി ചർമ്മകോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നത് തടയുന്നതിനായിട്ട് ഏറ്റവും അധികമായിട്ട് ആവശ്യമുള്ള ഘടകമാണ് ലൈക്കോപ്പിൻ എന്ന ആന്റി ഓക്സിഡന്റ്. ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് തണ്ണിമത്തനിലാണ്. തണ്ണിമത്തൻ പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ശരീരത്തിന് വേണ്ടത്ര ജലാംശം നിലനിർത്തുന്നതിനും സഹായകരമാവുന്നു. ഈ ലൈക്കോപ്പിൻ എന്ന ഘടകം ഉള്ളതുകൊണ്ട് UV റേസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് സഹായകരമാവുന്നു. അതുവഴി ചർമ്മത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിന് സഹായകരമാവുന്നുണ്ട്. നമുക്ക് കേരളത്തിലൊക്കെ സുലഭമായിട്ട് ലഭിക്കുന്ന മാമ്പഴത്തില് വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിന്റെ തിളക്കം, സ്കിൻ ഗ്ലോ നിലനിർത്തുന്നതിന് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് മാമ്പഴം പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. നെല്ലിക്കയുടെ കാര്യം പറഞ്ഞ പോലെ ഓറഞ്ചിലും കൊളാജൻ ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഓറഞ്ചും പതിവായിട്ട് നിത്യേന ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് ആ ചർമ്മത്തിന്റെ തിളക്കം നിലനിർത്തുന്നതിന് സഹായകരമാവുന്നുണ്ട്. നമുക്ക് കേരളത്തിലൊക്കെ സുലഭമായിട്ട് ലഭിക്കുന്ന പേരക്കയില് ധാരാളം വൈറ്റമിൻ സിയും മറ്റ് ആന്റി ഓക്സിഡൻസും സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ചർമ്മ സംരക്ഷണത്തിന് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. പേരക്ക പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാല് ഒരു പേരക്കെങ്കിലും നിത്യേന കഴിക്കുന്ന ശീലമാക്കിയാലേ ദഹനേന്ദ്രിയ വ്യൂഹത്തിന്റെ പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിന് സഹായിക്കുന്നു. കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഇത്തരം പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നു. കുടൽമാലകളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെയും അഴുക്കുകളെയും ശുദ്ധീകരിക്കുന്നതിന് സഹായകരമാകുന്നുണ്ട്. അതുവഴിയും ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് സഹായകരമാകുന്നുണ്ട്. ചർമ്മത്തിന്റെ തിളക്കം നിലനിർത്തുന്നതിനും സഹായകരമാകുന്നുണ്ട്. മാതളനാരകമില്ലേ, പോംഗ്രാനൈറ്റ് എന്ന് വിളിക്കുന്ന അനാറ്, മാതളം എന്ന് വിളിക്കുന്ന മാതളനാരകം പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നത് ധാരാളം ആന്റി ഓക്സിഡൻസ്, വൈറ്റമിൻസും ലഭ്യമാകുന്നതിന് സഹായകരമാകുന്നു. ഇത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് വളരെയധികം സഹായകരമാകുന്ന ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് പറഞ്ഞാല് ചർമ്മത്തിൽ ചുളിവുകൾ വരാതെ സംരക്ഷിക്കുന്നതിന് സഹായകരമാകുന്നു. അകാലത്തിൽ ചർമ്മത്തിനുണ്ടാവുന്ന ചുളിവുകൾ അകറ്റി നിർത്തുന്നതിന് തീർച്ചയായിട്ടും മാതളം പതിവായിട്ട് കഴിക്കുന്നത് സഹായകരമാകുന്നുണ്ട്. ഇത് മാത്രമല്ല, ദഹനേന്ദ്രിയ വ്യൂഹത്തിനും ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് IBS പോലുള്ള രോഗാവസ്ഥയില് വളരെയധികം ഫലപ്രദമാണ് മാതളപ്പഴം പതിവായിട്ട് കഴിക്കുന്നത്. വാഴപ്പഴത്തിനെ പറ്റി പറയേണ്ടതില്ലോ, മലയാളികൾക്ക് സുപരിചിതമാണ്. പ്രത്യേകിച്ച് ഏത്തപ്പഴം കഴിക്കുമ്പോഴേ പുഴുങ്ങി കഴിച്ചാൽ കുറച്ചും കൂടി ഫലപ്രദമാണ്. ഇതിൽ വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് ചർമ്മത്തിന്റെ തിളക്കം നിലനിർത്തുന്നതിനും ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും തീർച്ചയായിട്ടും അനിവാര്യമാണ്. ചർമ്മത്തിന്റെ തിളക്കവും ഇലാസ്റ്റിസിറ്റിയും ഒക്കെ നിലനിർത്തുക, ചുളിവുകൾ വരാതെ കാത്തു സംരക്ഷിക്കുക, ആന്റി ഏജിംഗ് എഫക്റ്റ് ഉള്ള ധാരാളം ആന്റി ഓക്സിഡൻസും മിനറൽസും വൈറ്റമിൻസും നാരുകളും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഇത്തരം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ നിത്യേന ഉൾപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ആരോഗ്യ സംരക്ഷണത്തിന് സഹായകരമാവും. ചർമ്മ സംരക്ഷണത്തിനായിട്ട് തീർച്ചയായിട്ടും ഈ വീഡിയോകളുടെ ലിങ്ക് കയറി കാണുന്നത് ഉപകാരപ്പെടും. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഉപകാരപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഞാൻ ഡോക്ടർ സേവ്യർ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ആദ്യം ആയുർവേദം.